സൗന്ദര്യം തുളുമ്പുന്ന ഈ കൂണിന്റെ ആകർഷണത്തിൽപ്പെടാത്തവർ ചുരുക്കമായിരിക്കും. പക്ഷെ സൂക്ഷിക്കുക, ഇവ വിഷം വഹിക്കുന്നവയാണ്. ഫാൾസ് മോറൽ എന്നറിയപ്പെടുന്ന ഈ കൂട്ടരാകട്ടെ മരണത്തിന് തന്നെ വഴിവെച്ചേക്കാം. കൂൺ കുടുംബത്തിൽ 50ഓളം ഇനം വിഷമുള്ളവയാണെന്ന് ഇന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മരണകാരണമായേക്കാവുന്നവയുടെ എണ്ണം വളരെ ചുരുക്കമാണ്. ജീവനെടുക്കാൻ കഴിയുന്ന തരത്തിൽ വിഷമയമായ കൂണുകൾ ഉള്ളപ്പോൾ തന്നെ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്ന കൂണുകളും നമുക്ക് ചുറ്റുമുണ്ട്. കൂണുകളുടെ രോഗപ്രതിരോധ ശേഷി പ്രാകൃതകാലം മുതൽക്ക് തന്നെ ലോകം തിരിച്ചറിഞ്ഞിരുന്നു. നമ്മുടെ നാട്ടറിവുകളിലും മുണ്ടുനീര് തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രതിവിധിയായി ചിപ്പിക്കൂണുകളുടെ ഉപയോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രത്തിന് ഇപ്പോഴും ഒരു സമസ്യയായി തുടരുന്ന ക്യാൻസർ രോഗം. ഇതിനെതിരായ ചികിത്സയ്ക്ക് ഫലപ്രദമായ ഉപാധിയായി കൂണുകൾ നിർദ്ദേശിക്കപ്പെടുന്നു. ഈ ദിശയിലേക്ക് വെളിച്ചം വീശുന്ന നിരവധി പഠന ഗവേഷണങ്ങൾ നടന്നുവരുന്നുണ്ട്. കേരളത്തിൽ കൂണുകളുടെ ക്യാൻസർ പ്രതിരോധ സ്വഭാവത്തെക്കുറിച്ച് സമഗ്രമായ ഗവേഷണം നടത്തിവരുന്ന സ്ഥാപനമാണ് അമല ക്യാൻസർ റിസർച്ച് സെന്റർ. ഗ്യാനോഡർമ ലൂസിഡം എന്ന ഇനം കൂണുകളെയാണ് ഗവേഷണത്തിനായി ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ കൂണുകളുടെ ഉപരിഭാഗമായ ഫലപിണ്ഡം അഥവാ ഫ്രൂട്ട് ബോഡി ശേഖരിച്ച് ഉണക്കിപ്പൊടിച്ച് സത്ത വേർതിരിച്ചെടുക്കുന്നു. ഈ സത്ത ക്യാൻസർ ബാധിത എലികളിൽ പ്രയോഗിച്ചപ്പോൾ അത്ഭുതകരമായ ഫലങ്ങളാണ് വെളിപ്പെട്ടത്. തുടർച്ചയായ 10 ദിവസം എലികൾക്ക് ഈ സത്ത നൽകിയപ്പോൾ അവയിലെ ട്യൂമർ 97.7% കുറഞ്ഞു. മനുഷ്യന്മാരുടെ പോളിസാക്കറൈഡ് എന്ന് പറഞ്ഞ ഒരു കമ്പോണന്റ് ഉണ്ട്. അതാണ് ക്യാൻസറിന്റെ ഇതായിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നായിട്ട് ഉള്ളത്. അത് കൂടാതെ തന്നെ വേറെ പല കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ട്. അതെല്ലാം ഈ നമ്മുടെ സാധാരണ ആന്റിവൈറലായിട്ടോ അല്ലെങ്കിൽ ഡയബറ്റിക്കിനെതിരായിട്ടോ അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസിനെതിരായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ ആർത്രൈറ്റിസ് ഇതുപോലുള്ള ഈ നീര് വരുന്നില്ലേ, അങ്ങനെ നീരിന് മാറ്റാനായിട്ട് അതിനെല്ലാം ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. നാളെ ക്യാൻസർ എന്ന മഹാരോഗത്തിനെതിരെയുള്ള മനുഷ്യരാശിയുടെ പോരാട്ടത്തിൽ മൃഗസഞ്ജീവനിയാവുക ഈ നിസാരന്മാരായിരിക്കും. ഓൾ ടൈം മണി, എനി ടൈം മണി എന്നിങ്ങനെ വിചിത്രമായ